എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുത്തരണം. അപ്പോൾ ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകളെന്ന് വെച്ചാൽ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വകതിരിവ് വട്ടപൂജ്യം. അതായിരിക്കും ചിലരുടെ ഒരു ഇതെന്ന് വെച്ചാൽ. സംഭവം എന്ന് വെച്ചാൽ നമുക്കറിയാം, ബിഗ് ബോസിനുള്ളിൽ നിന്നും പുറത്ത് വന്ന നമ്മുടെ ഡോക്ടർ ബിന്നി, ഡോക്ടർ എന്നുള്ള പേര് ചേർക്കാതെ പറയാൻ പറ്റില്ലല്ലോ. ഡോക്ടർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അവരെ ഡോക്ടർ ചേർത്തേ പറയത്തുള്ളൂ. അപ്പോൾ അവർ ഗീതാ ഗോവിന്ദം സീരിയലിലൂടെ പുറത്തേക്ക് വന്ന ആളാണ്. അതിനു മുമ്പായിട്ട് മറ്റൊരു സിനിമയിൽ മമ്മൂക്കയുടെ നായികയുടെ കുറച്ച് എന്താ പറയുന്നത് ചെറുപ്പകാലം അഭിനയിച്ചതും ഈ പുള്ളിക്കാരത്തിയായിരുന്നു. പുള്ളിക്കാരത്തിയുടെ പേരെന്ന് പറഞ്ഞാൽ ബിന്നി സെബാസ്റ്റ്യൻ എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്, നമുക്കറിയാം. അപ്പോൾ ഇവർ ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന സീരിയൽ റിയലായിട്ട് പറയട്ടെ, ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു അതിനകത്ത് ഈ പറയുന്ന ബിന്നി എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ ഒരു സീരിയലിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ സീരിയൽ പകുതി മുക്കാലോളം ചെയ്തിട്ടുണ്ടായിരുന്നു റിവ്യൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ എടുത്ത് കളഞ്ഞു. കാരണം ഭയങ്കര ഓവറായിട്ട് തോന്നി. പിന്നീടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ശരിക്കും അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് റിവ്യൂ പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സീനുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ എന്തായാലും ബിന്നിയെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഇഷ്ടമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ബിഗ് ബോസിനകത്ത് വന്നതിന് ശേഷം പുള്ളിക്കാരത്തി ഒരുപാട് എന്താ പറയുന്നത് വിവാദങ്ങൾക്കിരയായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ പലരും പറയുന്നുണ്ട് ബിന്നി കുത്തിത്തിരിപ്പ് കാണിച്ചു, കുത്തിത്തിരിപ്പുകാരി ബിന്നി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനുള്ളിൽ വരുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ്. അപ്പോൾ ചിലർ കുത്തിത്തിരിപ്പ് കാണിച്ചു എന്ന് വരും, ചിലർ പരിദൂഷണം പറഞ്ഞു എന്ന് വരും. അങ്ങനെ പലരും പലതും നോക്കും. പക്ഷെ എന്ത് ചെയ്താലും ഓരോ വ്യക്തികൾക്കും ഉള്ളത് അവർക്ക് ജയിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം മാത്രമായിരിക്കും എല്ലാവരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ആരും അവിടെ വന്നിട്ട് ആരുമായിട്ടോ അത്ര ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സഹോദര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ബിഗ് ബോസിനുള്ളിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോവേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് സ്നേഹത്തോടെ ഇരുന്നിട്ട് നാളെ നോമിനേഷൻ ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊന്നും വലിയ അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനുള്ളിൽ കുത്തിത്തിരിപ്പ് കാണിച്ചു എന്നുള്ള വിഷയത്തിൽ ഞാനൊന്നും പറയുന്നില്ല. കാരണം അതൊരു നെഗറ്റീവ് ഷോയാണ്. അപ്പോൾ ആ ഒരു ഷോയിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പോസിറ്റീവായിട്ട് വരത്തില്ല. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ട് തെറ്റുകളും കാര്യങ്ങളും ഒക്കെ എന്ന് വെച്ചാൽ. അപ്പോൾ ഇപ്പോൾ എടുത്ത് തേരിൽ വെച്ച് നടക്കുന്ന അനുമോളുടെ ഭാഗത്ത് നിന്ന് തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്നതൊക്കെ കല്ലിബല്ലി, അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ പറയാമെന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇവർ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിലെ തന്നെ ഒരു കഥാപാത്രം ചെയ്തിരുന്ന കല്ലറ അംബിക എന്ന് പറയുന്ന ആ ഒരു നടിയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കല്ലറ അംബികയുടെ അമ്മയുടെ മരണം നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ അടുത്ത സമയത്ത്. അപ്പോൾ ആ ഒരു മരണത്തിന് ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ബിന്നിയും സാജൻ സൂര്യ, ബിന്നി, അതുപോലെ തന്നെ നമ്മുടെ അന്നത്തെ ആ ഒരു അനാർക്കലി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം കൈകാര്യം ചെയ്ത വ്യക്തി, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബിന്നി ആ ഒരു മരണം നടന്ന വീട്ടിനകത്ത് വെച്ചിട്ട് ചിരിക്കുന്ന ആ ഒരു സീൻ നമ്മളെല്ലാവരും വീഡിയോസുകളിലൂടെ പുറത്തേക്ക് കണ്ട ഒരു കാര്യമാണ്. ദൈവമേ തവ പദസായൂജ്യം ഹരേ ഹരേ വാസുദേവായ നമോ നാരായണായ. അപ്പോൾ ബിന്നി ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ പല വീഡിയോയിലും നമ്മൾ കണ്ടതാണ്. ബിന്നി അകത്ത് നിന്ന്, അതായത് ഈ ഒരു മൃതദേഹം കിടത്തിയിരുന്ന ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനെ മൂക്ക് മറച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പുറത്തേക്ക് വരിക, സാജൻ സൂര്യനോട് വന്നിട്ട് എന്തോ സ്വകാര്യമായിട്ട് പറയുക. അപ്പോഴും പുള്ളിക്കാരത്തേക്ക് ചിരി വരികയാണ്. ഇങ്ങനെ പൊത്തി വെച്ചിട്ടാണ് പറയുന്നത്. ആരുടെയോ കുറ്റോ കുറവോ ആണ് പറയുന്നത്, എന്തായാലും പരദൂഷണമാണ് പറയുന്നതെന്നുള്ളത് കാണുന്ന എല്ലാ വ്യക്തികൾക്കും സ്പഷ്ടമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആരുടെ പരദൂഷണം ആണെങ്കിൽ പോലും ഇവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആളുകൾ എവിടെയെങ്കിലും പോയി മാറി നിന്ന് സംസാരിച്ചാലും ചിരിച്ചാലും ആരും വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല. അഥവാ ശ്രദ്ധിച്ചാലും അവിടെ ഒരു ക്യാമറയും അത് വന്ന് ഒപ്പിയെടുക്കത്തില്ല. പക്ഷേ ഇതുപോലെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ എവിടെ പോയി എന്ത് ചെയ്താലും അതെല്ലാം ഒപ്പിയെടുക്കാനായിട്ട് ക്യാമറ കണ്ണുകളുമായിട്ട് ആളുകളുണ്ടാവും. അപ്പോൾ അതുപോലും ചിന്തിക്കാതെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ പരദൂഷണവും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ, ശരിക്കും എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഡോക്ടറല്ലേ, ഒരു സാമാന്യ മര്യാദയെങ്കിലും ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറേണ്ടെന്നുള്ള രീതി പോലും നിങ്ങൾക്ക് അറിയില്ലേ? ക്രിസ്മസ്
എസ് വേണുഗോപാലിൻ്റെ കാര്യം പറഞ്ഞ കണക്കാണ് ഈ ബിന്നിയുടെ കാര്യവും. ബിന്നി എന്ത് കാണിച്ചാലും നൂബിൻ അവിടെ പുള്ളിക്കാരത്തേക്ക് സപ്പോർട്ടുമായിട്ട് വരും. എന്നാൽ ചോദിക്കും അവരുടെ ഹസ്ബൻഡ് അല്ലേ അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന്. ശരിയാണ്, വൈഫിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഹസ്ബൻഡും, ഹസ്ബൻഡിന് സപ്പോർട്ട് ചെയ്യേണ്ടത് വൈഫും തന്നെയാണ്. അവിടെ ഒരു തെറ്റുമില്ല. പക്ഷെ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞു തരാനുള്ള, ചൂണ്ടിക്കാണിക്കാനുള്ളൊരു ഗഡ്സ് ഈ പറയുന്ന ഹസ്ബൻഡിനായാലും വൈഫിനായാലും ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവർ നല്ലൊരു ദമ്പതികളാവത്തുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഈ കാട്ടിക്കൂട്ടുന്ന പ്രഹസനത്തിലൊന്നും ഒരു കാര്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതുപോലെ ഒരു ഡോക്ടറാണ് നിങ്ങൾ, ഡോക്ടറാണ്. പിന്നെ എന്ന് വെച്ചാൽ സെലിബ്രിറ്റി എന്ന് പറയാൻ ഗീതാ ഗോവിന്ദത്തിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സീരിയൽ മെഗാ സീരിയലായതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞ് നീണ്ടുപോയോണ്ട് കുറേ 1, 2, 3 വർഷമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അത്രയും നാൾ നമ്മളിവരെ കണ്ടുകൊണ്ടിരുന്നു. ദിയോ എന്ന് പറഞ്ഞ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അനുമോളെക്കാളും നമ്പർ 1 ഈ പറയുന്ന തുടക്കക്കാരി ആണെങ്കിൽ പോലും ബിന്നിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പല ഭാഗങ്ങളിലും സാജൻ സൂര്യനെ പോലും മറികടന്നുകൊണ്ടുള്ള അഭിനയം ബിന്നി കാഴ്ചവെച്ചതായിട്ട് നമ്മൾ ആ ഒരു സീരിയലിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഡോക്ടർ എന്നുള്ള ഒരു പദവി കൂടി പുള്ളിക്കാരത്തേക്കുണ്ട്, ഗൈനക്കോളജിസ്റ്റാണ്. പക്ഷേ ഒരു ശകലം പോലും വകതിരിവെന്ന് പറയുന്നൊരു സാധനമില്ല. ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണമെന്നില്ല. ഈ ജന്മസിദ്ധമായ കിട്ടിയ ഒരു കഴിവ് പോലെയാണ് പരദൂഷണം കാണിക്കുന്നത്. അതും ഇത്രയും ആളുകൾ നിൽക്കുമ്പോൾ അങ്ങോട്ട് വന്നിട്ട് അപ്പം തന്നെ അങ്ങനെ മറഞ്ഞു നിന്ന് സംസാരിച്ചില്ലെങ്കിൽ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ അനാർക്കലി കഥാപാത്രം ചെയ്ത പുള്ളിക്കാരത്തിൻ്റെ പേര് മറന്നുപോയി, അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അവരെ കണ്ടപ്പോഴും ഇതുപോലെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നു. അത് നിങ്ങൾക്ക് ചിരിക്കാൻ കളിക്കാം, പക്ഷേ ആ ഒരു നിങ്ങൾ നിന്ന് സംസാരിക്കുന്ന സ്പേസ് അത് വിട്ട് മാറി കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് നിങ്ങൾക്കത് ചെയ്യാമല്ലോ. പക്ഷെ ഇതങ്ങനെ ചെയ്യാതെ കൂടുതൽ ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ ഈ കാണിക്കുന്നതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾ വിമർശിക്കുന്നവരുടെ അണ്ണാക്കിൽ പോലും കൊണ്ടിട്ട് കുത്താനായിട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല. എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.